പ്രോലാക്റ്റിൻ ഹോർമോൺ കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? അതായത് ഒരു നോൺ പ്രഗ്നന്റ് വുമണിനെ സംബന്ധിച്ചിടത്തോളം പ്രോലാക്റ്റിൻ ഹൈ ആയിരിക്കുമ്പോൾ അവർക്ക് ഒരുപാട് സിംറ്റംസ് അത് കാണിക്കാൻ തുടങ്ങും. മെയിൻ ആയിട്ടും പീരിയഡ്സ് ഇറഗുലർ ആയിരിക്കില്ല. ഇപ്പോൾ കൺസീവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കാം. അതേപോലെ തന്നെ ബ്രസ്റ്റിൽ നിന്ന് മിൽക്ക് ഡിസ്ചാർജ്, ഇങ്ങനെയുള്ള സിംറ്റംസ് ആണ് മെയിൻ ആയിട്ടും കാണിക്കാറ്. മെയിൻ ആയിട്ട് എന്താണ് ഇതിന്റെ റീസൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സ്ട്രെസ് ലെവലാണ്. സ്ട്രെസ് ലെവൽ സമയത്ത് നമ്മൾ കോർട്ടിസോൾ ഹൈ ആവുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്, അതൊരു റീസൺ ആണ്. അതേപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ബാക്കിയുള്ള റീസൺസ് ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതുപോലെ തൈറോയിഡ് ഫംഗ്ഷൻസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്ന സമയത്ത് B6 ഇല്ലെങ്കിൽ B9 വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴും ഇത് സംഭവിക്കാറുണ്ട്. ഇനി B6 ഇല്ലെങ്കിൽ B9 റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇംപ്രൂവ്മെന്റ് നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ പറ്റും. മെയിൻ ആയിട്ടും ഇലക്കറികള്, നട്ട്സ് കാര്യങ്ങള്, ഫിഷ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ പീരിയഡ്സ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കരുത്.